നമസ്കാരം, നിളാവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി തിരൂരങ്ങാടി PSMO കോളേജിൽ വിക്ടുഗെയിൻ എന്ന പേരിൽ പ്രത്യേക പരിപാടിയും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. കോളേജിലെ ജീവനി സെന്റർ ഫോർ സ്റ്റുഡൻസ് ബെൽജിയവും മലപ്പുറം സർക്കാർ ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ സീതാലയം പദ്ധതിയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. കോളേജ് സെമിനാർ ഹാളിൽ നടന്ന ചടങ്ങ് പ്രിൻസിപ്പൽ ലഫ്റ്റനന്റ് ഡോക്ടർ സിറാജുദ്ദീൻ കുന്നത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. മലപ്പുറം സർക്കാർ ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജയശ്രീ PV മുഖ്യാതിഥിയായി മുഖ്യ പ്രഭാഷണം നടത്തി. സ്ത്രീകളുടെ മാനസികവും ശാരീരികവുമായ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സീതാലയം പദ്ധതി നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു. തുടർന്ന് സീതാലയം പദ്ധതിയിലെ മനഃശാസ്ത്രജ്ഞ സുബർണയു, TDPP ഓപ്പറേറ്റർ സുജിഷ K എന്നിവർ ബോധവൽക്കരണ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. സ്ത്രീ സുരക്ഷ, മാനസിക സമ്മർദ്ദങ്ങൾ കുറയ്ക്കൽ, അതിക്രമങ്ങൾക്കെതിരെയുള്ള പ്രതിരോധം എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കി ക്ലാസുകൾ നടന്നത്. ജീവനി ബെൽഗെയിങ് സൈക്കോളജിസ്റ്റ് ശ്രുതി, ജീവനി കോർഡിനേറ്റർ ഡോക്ടർ റംല എന്നിവർ പരിപാടികൾ ഏകോപിപ്പിച്ചു. സ്ത്രീ സാന്ത്വന പദ്ധതിയാണ്. വീണ്ടും പറയാണ്, അടുക്കള സേഫ് അല്ല. അതെന്താ എന്തിന്റെ വലിയത്? വുമൺ ഒരു വുമണാണ്. പിന്നെ PSMO കോളേജിലെ വിദ്യാർത്ഥികൾ രാവിലെ നോമ്പെടുക്കുന്ന ഒത്തിരി പേരുണ്ട് അല്ലേ? രാവിലെ അത്താഴത്തിനൊക്കെ കഴിച്ചു. ഹോമിയോപ്പതി വകുപ്പ് വഴി സ്ത്രീകൾക്കായി നടപ്പാക്കുന്ന സമഗ്ര സുരക്ഷാ പദ്ധതിയാണ് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവർക്ക് സൗജന്യ കൗൺസിലിംഗ്, അതിക്രമങ്ങൾ നേരിടുന്നവർക്കുള്ള സഹായം, വന്ധ്യതാ നിവാരണ ചികിത്സ, ലഹരിവിരുദ്ധ ചികിത്സ തുടങ്ങിയ സേവനങ്ങൾ ഈ പദ്ധതി വഴി ലഭ്യമാണെന്ന് ചടങ്ങിൽ വ്യക്തമാക്കി. പരിപാടിയിൽ വിവിധ വകുപ്പുകളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക് നിളാവിഷൻ തിരൂർ. മാമിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ് ലിംഗഭേദം ജോലിയുടെ കാര്യം. ഞങ്ങൾ വന്നത് ഏത് പദ്ധതിയുടെ ഭാഗമായിട്ടാണെന്ന് കണ്ടോ?